പിന്നെ സൂര്യന് ഇഷ്ടമല്ല. രേണു വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യനെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് 10 വർഷം കൊണ്ട് ഞാൻ രേണുവിൻ്റെ ഫോട്ടോ സൂര്യൻ്റെ ഫോട്ടോ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020@2025. ഞാൻ പാർവതി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഒന്നും പറയാനില്ല. ഒരു അവിയല് പരിവമായ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് നേരെ വിഷയത്തിലോട്ട് എടുക്കാം. നമുക്കൊരു വീഡിയോ കണ്ടുകൊണ്ട് തുടങ്ങാം. ഓക്കെ, എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാരി കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തിന് കേട്? അവരുടെ ഫോട്ടോയും ഇവരുടെ ഫോട്ടോയും വെച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു? ചോദിക്കണം കേട്ടോ, ചോദിച്ചിട്ട് എടുക്കാം. ചോദിക്കണം. രേണു ചേച്ചിയോട് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ ഈ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ? അതുകൊണ്ടല്ലേ ചേച്ചി അങ്ങനെ പെരുമാറിയത്. അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ പെരുമാറില്ല. എന്തെന്നറിയോ, സുധിച്ചേട്ടന് വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കുന്ന ജീവിതമാണ് രേണു ചേച്ചിയുടേത്. അതുകൊണ്ട് രതീഷേട്ട ഇങ്ങനെ കള്ളത്തരം ഒന്നും പറയണ്ട, ഞങ്ങൾ വിശ്വസിക്കത്തില്ല. രേണു ചേച്ചിക്ക് സുധിച്ചേട്ടൻ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാതെ എഡിറ്റ് ചെയ്തോണ്ടായിരിക്കും കേട്ടോ. ചോദിച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്യണം. അവരുടെ ഫോട്ടോ തന്നെയല്ലേ എഡിറ്റ് ചെയ്തത്. പോയില്ലല്ലോ അല്ലേ? അല്ല, അങ്ങനെ ഈ പുള്ളിക്കാരി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുവാനും ആളെ അടിക്കാനും പോലീസ് സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്. അത് പിന്നെ അടിക്കാതിരിക്കുവോ? പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ അടി തരേണ്ട പരിപാടിയല്ലേ ചേട്ടാ ചെയ്തത്? പിന്നെ എൻ്റെ ഗവൺമെൻറ് ജോലി കിട്ടും. അപ്പോൾ ഞാൻ സുധീട്ട മരിച്ചപ്പോഴേ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സുധീട്ടാന് ഗവൺമെൻറ് എംപ്ലോയിയല്ലോ ജോലി കിട്ടേ. ഗവൺമെൻറ് എംപ്ലോയി കിട്ടത്തുള്ളൂ. എന്നറിയോ, സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നെടുമ്പാശ്ശേരിയിലും ബാംഗ്ലൂരും ഒക്കെ എയർപോർട്ടിൽ ജോലി ചെയ്ത വ്യക്തി ഞങ്ങളുടെ രേണു ചേച്ചി. എയർപോർട്ട് ജോലി കിട്ടും. ഈ കണക്കിന് പോയ സർക്കാർ ജോലിയും രേണു ചേച്ചിക്ക് തന്നെ. കള്ളം പറയരുത് കേട്ടോ. ഞങ്ങളുടെ രേണു ചേച്ചിക്ക് സർക്കാർ ജോലി കിട്ടും, ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ്. സകലകല വല്ലഭയാണ്. എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്നറിയോ? ഏവിയേഷൻ, നേഴ്സിങ്, സംഗീതം, അഭിനയം, കള്ളത്തരം, എന്തുമാത്രം ഉണ്ടെന്നറിയോ രേണു ചേച്ചിയുടെ സവിശേഷതകൾ. അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. രേണു ചേച്ചി എല്ലാം. പിന്നെ രേണുവിന് സുധീറിന് ഇഷ്ടമൊന്നുമല്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യനെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു രേണു. അയ്യയ്യേ, ഞങ്ങളുടെ രേണു ചേച്ചിക്ക് വേറൊരു അഫയറോ? നോണയൊന്നും പറയരുത് കേട്ടോ. ഞങ്ങളുടെ രേണു ചേച്ചി സുധിച്ചേട്ടന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെയൊന്നും നോണ പറയാൻ പാടില്ല. പച്ച കള്ളങ്ങൾ വന്ന് എന്റെ പൊന്ന് എഴുതിച്ചേട്ടാ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ വെറുതെ വന്ന് പറയരുത്. സത്യങ്ങൾ നിരത്തി ഞങ്ങളുടെ രേണു ചേച്ചി വാദിക്കാൻ വരും. അത് ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോണം രതീഷേട്ടൻ. ഞങ്ങളുടെ ചേച്ചി സത്യം മാത്രമേ പറയുള്ളൂ. ഇത്രയും നാൾ കേരളക്കാരെ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സത്യം മാത്രമേ പറയുള്ളൂ, സത്യം മാത്രമേ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ ഇന്നവരെ. സുധിച്ചേട്ടൻ നല്ലാതെ മറ്റൊരു പല്ലവി ഇല്ല കേട്ടോ. ഇങ്ങനെയൊന്നും പറയല്ലേ രതീഷേട്ടാ. വേറെ കാര്യം, രേണുവിൻ്റെ ഒരു മൂത്ത മോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞൊക്കെ പറഞ്ഞു. പിന്നെ അവനെ നിർത്താൻ അവന് നോട്ടം ശരിയായില്ല, കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലിയാണ് ഞാൻ ഒത്തിരി. എന്റെ പൊന്നെ, ഏത് ട്രാക്കിലോട്ടാണ് പോകുന്നത്? കേസ് വരുവേ നോക്കി സൂക്ഷിച്ചും കണ്ടും പറയണം. കിച്ചുവിന്റെ അമ്മയാടെ അത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കിച്ചുവിന്റെ നോട്ടം ശരിയല്ലെന്ന് രേണു ചേച്ചി പറയുന്നത്. രേണു ചേച്ചി അങ്ങനെ പറയൂ? എനിക്ക് തോന്നില്ല രേണു ചേച്ചി അങ്ങനെ പറയുന്നത്. 24 മണിക്കൂറും എന്റെ മകൻ, എന്റെ കിച്ചുമോൻ എന്ന് മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. കിച്ചുവിന്റെ നോട്ടം ശരിയല്ലെന്ന്. അല്ല, എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവന് കിച്ചു അല്ലേ മറ്റേ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് രേണു ചേച്ചിയുടെ കൂടെ വീട്ടിൽ നിൽക്കാൻ കംഫോർട്ടബിൾ അല്ലെന്ന്. ഇനി അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ? അറിയില്ല. അങ്ങനെയൊന്നും കാണില്ല. കിച്ചു, നിനക്ക് ഇത്ര ദാരിദ്ര്യമാണോടെ? എന്റെ അമ്മയല്ലേടെയാ? നീ അങ്ങനെയൊക്കെ ചോദിച്ചു? നീ അങ്ങനെയൊക്കെ നോക്കിയോ? അല്ലടേ, ഇതിപ്പോ എത്ര ക്യാരക്ടേഴ്സ് ആയി. കിച്ചുവിന്റെ ഒരു വാർത്തമ്മ, വീണയമ്മ, ശാലിനി അമ്മ, രേണു അമ്മ, ഇനി ഏതോ മീൻകാരി അമ്മ. എന്താ പൊന്നോ, ഇനി എത്ര അമ്മമാർ? ഇനി എത്ര ക്യാരക്ടേഴ്സ് വരാൻ കിടക്കുന്നു? ഒരു അന്തവും കുന്തവും ഇല്ല. ഇന്നലെ 2 പേര് റിലീസ് ആയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്ര പേരാകും എന്നറിയത്തില്ല. അപ്പൊ നാളത്തേക്കുള്ള കണ്ടന്റ് നാളെ പറയാം. ഇന്നപ്പൊ കൂട്ടുകാരിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം.
പഠിച്ചു എന്നത് കള്ളമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോ കണ്ടല്ലേ. വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. കൂട്ടുകാരി പറയുന്നു ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, ചങ്ങനാശ്ശേരി പെരുന്നേ പോയാണ് പഠിച്ചത്. പക്ഷെ അതൊരു ഫ്രോഡ് ടൈപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ അവിടെ പഠിച്ചിറങ്ങിയവർക്ക് ആർക്കും ഇന്നേ വരെ ജോലി കിട്ടിയിട്ടില്ല. അത്ര ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾ പോയി പഠിച്ചിരുന്നത്. പിന്നെ രേണു പറയുന്നുണ്ട് ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയാം, അല്ലെങ്കിൽ ഇവര് കളിയാക്കും. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇനി ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം വാവക്കുട്ടം അല്ല, സോറി, മാറി സുതിക്കുട്ടം പറയണ പോലെ അല്ലേ? പോണോന്ന് പറഞ്ഞാൽ ഞാൻ വിടും. അതാണ് പക്ഷേ എങ്കിലും ഞങ്ങളുടെ രേണു ചേച്ചി കള്ളം പറയില്ല. അവർ ഫ്ലവേഴ്സിനകത്ത് വന്ന് ശക്തമായി പറയുന്നുണ്ട് ഞാൻ ട്രാൻഡ്രം, കൊച്ചി, പിന്നെ അവിടെ ബാംഗ്ലൂർ, ഇവിടെ എല്ലാ എയർപോർട്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ വെൽ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് ഞങ്ങളുടെ രേണു ചേച്ചി അത്രയും മീഡിയാസിന്റെ മുന്നിൽ പറയുന്നുണ്ട്. കൂട്ടുകാരി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാണോ ഞങ്ങളുടെ രേണു ചേച്ചി പറഞ്ഞാണോ വിശ്വസിക്കേണ്ടത്? പിന്നെ ഞങ്ങളുടെ രേണു ചേച്ചി തന്നെ വേറെടുത്ത് പറയുന്നുണ്ട് ഏവിയേഷൻ പൂർത്തിയാക്കാൻ പറ്റിയിരുന്നില്ലെന്ന്. പിന്നെ എങ്ങനെടേ ഇവർക്ക് ജോലി കിട്ടി? രേണു ചേച്ചി അല്ലേ, ചിലപ്പോ കിട്ടുമായിരിക്കും, പറയാൻ പറ്റൂല. വ്യാജ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടാക്കിയോ ആവോ? എന്തായാലും നോക്കാം. ഇവരേതാണ്ട് ഒരു ലൊട്ടിലോടൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പോയി ചേർന്നത്. ഏതാണ്ട് ചങ്ങനാശ്ശേരിയുള്ള ഏതാണ്ട്. ഇവരുടെ എല്ലാ കാശും പോയി. ആ വീഡിയോക്കകത്ത് ആ കുട്ടി പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥാപനമൊന്നും ഇല്ലാതിരിക്കാന്നല്ല, ഇതൊക്കെ ശരിക്കും പൂട്ടി പോവുക തന്നെയാണ് വേണ്ടത്. ഇവരെന്നെ ഡിപ്ലോമ കോഴ്സാണ് 1 ഇയർ എടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് വലിയ സ്കോപ്പ് ഒന്നും ഇല്ല. പിന്നെ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് പോകണം പോയി ചേരാൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ആ ബാച്ചിലുള്ള ആർക്കും തന്നെ ജോലി കിട്ടിയിട്ടില്ല എന്നാണ് ഈ കുട്ടി ഈ വീഡിയോക്കകത്ത് പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ രേണുസുതിക്ക് ജോലി കിട്ടി? ഇത് കംപ്ലീറ്റ് പോലും ആക്കിയിട്ടില്ല. ഏവിയേഷൻ കോഴ്സ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 3 വർഷത്തെ ബികോം വിത്ത് ഏവിയേഷൻ അങ്ങനെയൊക്കെ എടുത്താലേ കിട്ടുകയുള്ളൂ. ഇങ്ങനെ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് തന്നെ കിട്ടാൻ പാടാണ്. അപ്പം രേണുസുതിക്ക് പിന്നെ കള്ള സർട്ടിഫിക്കറ്റിന്റെ ആശാത്തി ആയതുകൊണ്ട് എങ്ങനെയും അത് ഒപ്പിച്ച് കയറിയോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ രേണുസുതി തൊടുന്ന എല്ലാ ഊടായ്പ കേസ്, രേണുസുതിയെ കൊണ്ട് അടക്കിയേക്കുന്ന പള്ളി ഊടായ്പ്, പള്ളിയിലച്ചൻ ഊടായ്പ്, ഇപ്പൊ പള്ളിയും പൂട്ടി പള്ളിയിലച്ചൻ ജയിലിൽ പോയി. അത് തന്നെ രേണു പഠിക്കാൻ പോയി ഇൻസ്റ്റിറ്റ്യൂഷൻ ഊടായ്പ. ഇവർ കൈവെക്കുന്ന മേഖല എല്ലാം ഊടായ്പാണ്. അവിടെ എന്തുവാടി ഇത്? ഊടായ്പിന്റെ സംസ്ഥാന സമ്മേളനമോ? ഊടായ്പ് കേസുകൾ. ഈ പ്രതീഷിന്റെ കാര്യം പറഞ്ഞത് എന്തുവായിരുന്നു? പ്രതീക്ഷ അങ്ങനത്തെ പുള്ളിക്കാണ് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആളറിയത്തില്ലേ, ആ ഫോട്ടോ അയച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കളഞ്ഞില്ലേ പുള്ളിക്കാരി. അത്ര അല്ല ഇപ്പൊ ലക്ഷ്മി ഇങ്ങോട്ടൊന്നും വരുന്ന കാണുന്നില്ലല്ലോ വീഡിയോ. അപ്പൊ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി വിളിച്ചു. പിന്നെ ഞാൻ ഈ റെയിന് പോയത് വഴക്കായപ്പോ പിന്നെ പുള്ളിക്കാരി മൊത്തം റെക്കോർഡ്, നമ്മളെ സ്വകാര്യമായിട്ടുള്ള മൊത്തം റെക്കോർഡ് പുള്ളിക്കാരി അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ സ്വകാര്യമായിട്ട് ചാറ്റ് ചെയ്യുന്നതല്ല. ചാറ്റ് ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ പ്രതീക്ഷ നമ്മളിപ്പോ കൂടെ നടക്കുന്ന ആ കണ്ണാപ്പി മുണ്ണയല്ല, ഇത് വേറെ പ്രതീക്ഷ കേട്ടോ. അവൻ ഇങ്ങനെ കൂടെ നടന്ന നെഗറ്റീവ് പബ്ലിസിറ്റി വാങ്ങിച്ച അവിടെ അവിടെ ഇവിടെ മുഖം കാണിക്കാനേ പറ്റുള്ളൂ. ഇത് വേറെ പ്രതീക്ഷ. ഇത് കഴിഞ്ഞ വർഷത്തെ പ്രതീക്ഷ. അതായത് സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം വന്ന അവിടെ കാമുകൻ പ്രതീക്ഷ. ആ പ്രതീഷിന് ഈ പ്രതീഷിന്റെ അതേ പേരുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഈ പ്രതീഷിന്റെ പുറകെ പിന്നാലെ കൂടുന്നേന്ന് തോന്നുന്നു. ആ വിവിധതരം സൈക്കോസ് അല്ലേ.